വെൽക്കം. തഹ്മനാണ്. പ്രൊട്ടോസോവൽ ഇൻഫെക്ഷൻസ് വീഡിയോ സീരീസിൽ ഈ വീഡിയോ ഫ്ലജെല്ലേറ്റഡ് ഓർ ഫ്ലജെല്ല ഉള്ള പ്രൊട്ടോസോവ ആയിട്ടുള്ള ലീഷ്മേനിയെ കുറിച്ചിട്ടാണ്. സോ നമുക്ക് ലീഷ്മേനിയെ കുറിച്ചിട്ട് പറയണം, ലീഷ്മേനിയയുടെ മോർഫോളജി പറയണം, ലൈഫ് സൈക്കിൾ പറയണം, ദെൻ കൾച്ചറൽ മീഡിയാസ് ടെസ്റ്റ്, ദെൻ ഫൈനലി ദ ഡ്രഗ്സ്, മരുന്നുകളെ കുറിച്ചും നമുക്ക് പറയാം. സോ ലീഷ്മേനിയാസിസിനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശം ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ്, ലെക്ചറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലീഷ്മേനിയ ഒരു ഹീമോഫ്ലജെല്ലേറ്റ് ആണ്. ഹീമോഫ്ലജെല്ലേറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ കാണുന്ന ഫ്ലജെല്ലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. വേറൊരെണ്ണം ട്രിപ്പനോസോമയാണ്. അതും ഹീമോഫ്ലജെല്ലേറ്റ് ആണ്. ആൻഡ് ലീഷ്മേനിയയിൽ ഏറ്റവും പ്രധാനി ലീഷ്മേനിയ ഡോണോവാനിയ. ഇത് കണ്ടുപിടിച്ചത് രണ്ടുപേരാണ്. 1900 വില്യം ലീഷ്മാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൽക്കട്ടയിലെ ഡം ഡം ഭാഗത്തു നിന്ന് രോഗിയിൽ സ്പ്ലീനിലെ ഈ സാധനം കണ്ടെത്തി. 1903 ഡോണോവാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ചെന്നൈയിലെ ഒരു പേഷ്യൻസിലും ഇത് കണ്ടെത്തി. സോ അതുകൊണ്ടാണ് ലീഷ്മേനിയ ഡോണോവാനി എന്ന് പേര് വന്നത്. ആൻഡ് ലീഷ്മേനിയ ഡോണോവാനി മൂലം ഉണ്ടാകുന്ന രോഗം, അതിന്റെ പേര് വിസറൽ ലീഷ്മേനിയാസിസ് ആണ് ഉണ്ടാകുന്നത്. വേറെ ഫേമസ് പേര് കാല അസാർ എന്നും ഇതിന് പേരുണ്ട്. ഇല്ലെങ്കിൽ ബ്ലാക്ക് ഡിസീസ് മലയാളത്തിൽ കരിമ്പനി എന്ന് പറയുന്നത് ഇതാണ്, കരിമ്പനി. അല്ലെങ്കിൽ ഡമ്മിൽ നിന്ന് കണ്ടുപിടിച്ചുകൊണ്ട് ഡം ഡിസീസ് എന്ന് പറഞ്ഞാലും അത് ലീഷ്മേനിയാസിസ്. സോ ഇതെല്ലാമാണ് പേരുകൾ. ലോകത്തിന്റെ വിവിധ ഭാഗത്തെല്ലാം ഇതുണ്ട്, എങ്കിലും ഇന്ത്യയിലും ഈസ്റ്റ് ആഫ്രിക്കയിലൊക്കെയാണ് അത് കൂടുതൽ. സോ ജിയോഗ്രാഫിക്കൽ ഏരിയ കൂടുതൽ ഇതാണ്. ദെൻ അമേരിക്കയിലുണ്ട്. അമേരിക്ക ആ കോണ്ടിനെന്റിലുള്ളതിനെ നമ്മൾ ന്യൂ വേൾഡ് ലീഷ്മേനിയാസിസ് എന്ന് വിളിക്കാറുണ്ട്. അമേരിക്കയിലല്ലാത്ത മറ്റ് സ്ഥലങ്ങളിലുള്ളതിനെ ഓൾഡ് വേൾഡ് ലീഷ്മേനിയാസിസ് എന്നും വിളിക്കാറ്. ആൻഡ് ഇതിന്റെ ഹാബിറ്റാറ്റ് ശരീരത്തിൽ എവിടെയാണെന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻട്രാസെല്ലുലാർ ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പ്രോട്ടോസോവൻ പാരസൈറ്റ്. പ്രോട്ടോസോവയുടെ കീഴിലാണ് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫ്ലജെല്ലേറ്റഡ് ആണെന്ന് പറഞ്ഞു. ഹീമോഫ്ലജെല്ലേറ്റഡ് ആണെന്ന് പറയുമ്പോൾ ഇത് ബ്ലഡിലാണ്. സോ ബ്ലഡിൽ ഇൻട്രാ മാക്രോഫേജ് പ്രോട്ടോസോവയാണ്. സോ ഇൻട്രാ മാക്രോഫേജിന്റെ ഉള്ളിലാണ് ഇത് താമസിക്കുന്നത്. സോ റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റം ഓർ മോണോഫേജ് മാക്രോഫേജസ് സിസ്റ്റത്തിന്റെ ഉള്ളിലാണ് ഇതുള്ളത്. സോ മനുഷ്യനാണ്, അതർ ആൾക്കാരൊക്കെ ഉണ്ട്. സോ മനുഷ്യനിലാണ് ഇത് ഉള്ളത്. റിസർവറും ഹോസ്റ്റ് ഉള്ളത്. ഇന്ത്യയിൽ ഡോഗ്സോ വോൾഫോ അതർ റോഡൻസോ ഒന്നും ഇതല്ല സംഭവമല്ല. റിസർവർ അറ്റാക്ക് ചെയ്യുന്നില്ല ഇന്ത്യയിൽ. ആൻഡ് ഇവരുടെ ശരീരത്തിൽ, മനുഷ്യന്റെ ശരീരത്തിൽ ഇതിന്റെ രൂപം അമാസ്റ്റിഗോട്ട് എന്ന് പറയുന്ന രൂപത്തിലാണ്. മനുഷ്യന്റെ ശരീരത്തിൽ അപ്പോൾ ഇത് ഇരിക്കുന്നത് അമാസ്റ്റിഗോട്ട് എന്ന് പറയുന്ന രൂപത്തിലാണ്. ആൻഡ് ഈ രോഗം പടർത്തുന്ന വെക്ടർ അല്ലെങ്കിൽ ജീവി ഈസ് ഫീമെയിൽ ആണ്. ഫീമെയിൽ സാൻഡ് ഫ്ലൈ ആണ്. സാൻഡ് ഫ്ലൈ അതിന്റെ സയന്റിഫിക് പേര് ഫ്ലെബോട്ടോമസ്, ഫ്ലെബോട്ടോമസ് അർജന്റിപ്പസ് ആണ്. ഇന്ത്യയിൽ ഇതാണ്. ആൻഡ് ഈ ജീവിയുടെ കടി മൂലമാണ് രോഗം പകരുന്നത്. സോ ഇത് കടിച്ചു രോഗം പടരാനുള്ള പീരീഡ്, ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 3 to 6 months ഒക്കെയാണ് സാധാരണ. 1 to 6 months അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഇത് അമ്മയിൽ നിന്ന് കുട്ടിയിലേക്കും പകരാം. സോ മദർ ടു ചൈൽഡ് ആ സമയത്ത് പടരാം. ദെൻ സെയിം സിറിഞ്ച് ഉപയോഗിക്കുന്ന ഡ്രഗ് യൂസേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരിലും ഇത് പകരാം. ആൻഡ് സാൻഫ്ലൈയിൽ ഇവയുടെ രൂപം അമാസ്റ്റിഗോട്ട് അല്ല, അത് പ്രോമാസ്റ്റിഗോട്ടാണ്. സോ 2 രൂപങ്ങൾ ഉണ്ട് ഇവയ്ക്ക്, 2 മോർഫോളജിക്കൽ ഫോംസ് ഉണ്ട്. ഒന്ന് അമാസ്റ്റിഗോട്ട്, ഒന്ന് പ്രോമാസ്റ്റിഗോട്ട്. സോ നമുക്കിവിടെ ലൈഫ് സൈക്കിൾ പറയുമ്പോൾ മോർഫോളജി പറയാം. സോ ലൈഫ് സൈക്കിൾ പറയാം. ശരീരത്തിൽ ഒരു സാൻഫ്ലൈ ഒരാളെ കടിക്കുന്നു. ഇതൊരു മനുഷ്യനാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു മനുഷ്യനാണ്, വരയ്ക്കാന്ന് എനിക്കറിയില്ല. ഓക്കെ, മനുഷ്യനെ ഒരു സാൻഫ്ലൈ കടിക്കുന്നു. ഇൻഫെക്റ്റഡ് സാൻഫ്ലൈ ആയിരിക്കണം. സോ ഇൻഫെക്റ്റഡ് സാൻഫ്ലൈ കടിച്ചു കഴിയുമ്പോൾ അവയുടെ കടിയിലൂടെ മനുഷ്യനിലേക്ക് പ്രോമാസ്റ്റിഗോട്ട് ആണ്. ആൻഡ് ഇത് നമ്മുടെ ബ്ലഡിലേക്ക് കടക്കും. ഓക്കെ, പ്രോമാസ്റ്റിഗേറ്റിന്റെ രൂപം ഏകദേശം ഇങ്ങനെ വരച്ചിട്ട് ഒരു ഇത് വരും. ഓക്കെ, ഇതാണ് പ്രോമാസ്റ്റിഗേറ്റ് രൂപം. ആൻഡ് ഇതിന് ന്യൂക്ലിയസ് ഉണ്ട്. സെൻട്രലി ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ദെൻ ഒരു കൈനറ്റോപ്ലാസ്റ്റ്. സോ കൈനറ്റോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ദെൻ ബേസൽ ബോഡീസ്. സോ ഇതൊക്കെയാണ് ഇതിന്റെ രൂപം. ആൻഡ് ഈ ഫ്ലജെല്ല അല്ലെങ്കിൽ ആക്സോനം എന്ന് വിളിക്കാം. ദിസ് ആണ് ഫ്ലജെല്ല. ഇതാണ് മോട്ടിലിറ്റിക്ക് സഹായിക്കുന്നത്. സോ ഈ സംഭവം
സംഭവം പ്രോമാസ്റ്റിഗേറ്റ് ഇസ് എ മൊട്ടൈൽ ഫോം ആണ്. ശരീരത്തിലെത്തിയ ഈ പ്രോമാസ്റ്റിഗേറ്റ് ഇതിപ്പോ നമ്മുടെ ശരീരത്തിലെത്തി ഇങ്ങനെ ഇരിക്കുന്നു, സംഭവത്ത് കയറി. ആൻഡ് ഇത് നമ്മുടെ മാക്രോഫേജസോ പുറമെ നിന്നുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ മാക്രോഫേജസ് ഇതിനെ ഇങ്ങനെ ലാഗത്തോട്ട് കയറ്റുന്നു, കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. മാക്രോഫേജസ് ഓർ മോണോസൈറ്റ്സ് ദിസ് വിൽ ഫാഗോസൈറ്റ്. സോ ഇവയെ ലൈസിസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. സോ നമ്മുടെ മാക്രോഫേജസിൽ വെച്ചിട്ട് ദേ വിൽ ട്രാൻസ്ഫോം. മാക്രോഫേജസിൽ വെച്ചിട്ട് ഇവ ട്രാൻസ്ഫോം ചെയ്യുന്ന രൂപമാണ് ഏകദേശം ഇങ്ങനെ ഇരിക്കും. ന്യൂക്ലിയസ് ഒരു ഇച്ചിരി സൈഡിലേക്ക് പോകും, കൈനറ്റോപ്ലാസ്റ്റ് മറ്റേതൊക്കെ ഉണ്ട്. ഇത് മറ്റേതാണ്, ഈ വാല് ഇല്ല, ഐ മീൻ ഫ്ലാജല്ല പോയി, ഒരു ഏകദേശം ഓവൽ റൗണ്ട് രൂപമാകുന്നു. അപ്പൊ ഇത് നോൺ മോട്ടൈലാണ്. അപ്പൊ ദിസ് ഇസ് ഇൻസൈഡ് നമ്മുടെ മോണോസൈറ്റിന്റെ ഉള്ളിലായി സംഭവം. ആൻഡ് ദിസ് അമാസ്റ്റിഗോട്ട് ഫോം അണ്ടർഗോസ് ബൈനറി ഫിഷൻ. സോ ഇത് ബൈനറി ഫിഷൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നൂറുകണക്കിന് സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ദ സെൽ വിൽ ബേസ്റ്റ്. സെൽ പൊട്ടി ഇത് പുറത്തേക്ക് വരുന്നു, ഇവൻ പുതിയ മാക്രോഫേജസിനെ ആക്രമിക്കുന്നു, അങ്ങനെ അതിനകത്തോട്ട് കയറുന്നു. സോ മാക്രോഫേജസ് ഓർ മോണോസൈറ്റ്സ് ഒക്കെ ഉള്ള ഏരിയയിലായിരിക്കും ഇത് കൂടുതലുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ഏരിയ? സ്പ്ലീനകത്ത് ഇത് കൂടുതലുണ്ടാകും, ലിവറിനകത്ത് കൂടുതലുണ്ടാകും, ലിംഫ് നോഡ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലാണ്. സോ ഈ അസുഖം അപ്പൊ പിടിക്കുമ്പോൾ എന്തൊക്കെ കാണാൻ പറ്റും? എൻലാർജ്. സ്പ്ലീൻ വിൽ ബി എൻലാർജ് അല്ലെ. സ്പ്ലീൻ എൻലാർജിനെ നമുക്ക് സ്പ്ലീനോമെഗാലി എന്ന് വിളിക്കാം. ദെൻ ലിംഫ് നോഡ് ആണെങ്കിലോ, ലിംഫ് നോഡ് എല്ലാം എൻലാർജ് ആകുമ്പോൾ ലിംഫ് അഡിനോപ്പതി ഉണ്ടാവും. ലിവർ എൻലാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഹെപ്പാറ്റോമെഗാലി. സോ ഹെപ്പാറ്റോസ്പ്ലീനോമെഗാലി എന്ന് വെച്ചാൽ രണ്ടും എൻലാർജ്ഡ് ആയി എന്ന് വിളിക്കാം. WBC അപ്പൊ കുറയും. WBC കുറയുമ്പോൾ ല്യൂക്കോപീനിയ ഉണ്ടാകും. ഗ്രാനുലോസൈറ്റ്സും കുറയും, ഗ്രാനുലോസൈറ്റോപീനിയ ഉണ്ടാകും. എറിത്രോസൈറ്റ്സ് RBC കുറയുമ്പോൾ അനീമിയ ഉണ്ടാകും. ദെൻ പ്ലസ് ഇതിന്റെ കൂടെ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ. ഇതിനകത്ത് ചില സ്ഥലങ്ങളിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ, മുഖത്തും മറ്റും കറുത്ത പാടുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് കരിമ്പനി എന്ന് നമ്മൾ വിളിക്കുക. സോ പനി ഉണ്ടാകും, വിളർച്ച ഉണ്ടാകും, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. ആൻഡ് ലീഷ്മേനിയ ഡോണോവാനി, നമ്മൾ ഡോണോവാനിയെ കുറിച്ചിട്ടാണ് കൂടുതൽ പറയാ. വേറെയും ഒരുപാട് ആൾക്കാരുണ്ട്. ഡോനോവാനി ഉണ്ടാക്കുന്നത് വിസറൽ ലീഷ്മേനിയാസിസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് മരണം വരെ സംഭവിക്കാം. അൺട്രീറ്റഡ് ആണെങ്കിൽ മരണം ഉണ്ടാകാം. ആൻഡ് മരണം സാധാരണ ഉണ്ടാകുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ടായിരിക്കും. ഓപ്പർച്യൂണിസ്റ്റിക് ഓർ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ടായിരിക്കും മരണം ഉണ്ടാകും. എയ്ഡ്സ് ഒക്കെ ഉള്ള ആൾക്കാരിൽ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് ആയിട്ടും വരാം ഇൻ എയ്ഡ്സ് പേഷ്യൻസ്. ഓക്കെ, ലൈഫ് സൈക്കിൾ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇത് ഇനി ഒരു കൊതുക് നമ്മളെ വീണ്ടും കടിക്കുകയാണ്. ഒന്നും ഇല്ലാത്തൊരു കൊതുക് എന്ന് പറഞ്ഞാൽ ഈ കൊതുകിലേക്ക് ആര് പോകും? ഇവൻ പോകും അല്ലെ. അമാസ്റ്റിഗോട്ട് ഫോം കൊതുകിനകത്തോട്ട് കയറുന്നു. കൊതുകിനകത്ത് വെച്ചിട്ട് അതിന്റെ ഗട്ടിലും അവിടേക്ക് വെച്ചിട്ട് ഇവൻ ആരായി മാറുന്നു? അവൻ വീണ്ടും പ്രോമാസ്റ്റിഗേറ്റ് വാലുള്ള അല്ലെങ്കിൽ ഫ്ലജല്ലയുള്ള പ്രോമാസ്റ്റിഗേറ്റ് ഗോട്ട് ഫോം ആയിട്ട് മാറുന്നു. വീണ്ടും സാൻഫ്ലൈ വന്ന് കടിക്കുന്നു. ഓക്കെ, വീണ്ടും. സോ ഇതാണ് ലൈഫ് സൈക്കിൾ എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇതിന്റെ സലൈവയിലായിരിക്കും ഇതുണ്ടാവുക, പ്രോമാസ്റ്റിഗോട്ട്. സോ പ്രോമാസ്റ്റിഗോട്ട് ഫോം ഇതാണ് എന്ത് ഫോം? ഇൻഫെക്റ്റീവ് ഫോം ഇതാണ്. സോ മനുഷ്യന്റെ അകത്ത് അമാസ്റ്റിഗോട്ട് ഫോം ഉണ്ട്. ആൻഡ് ഇൻ ദ സാൻഫ്ലൈ പ്രോമാസ്റ്റിഗോട്ട് ഫോം, ഇൻഫെക്റ്റീവ് ഫോം ഉണ്ട്. ഈ ലീഷ്മേനിയാസിസിനെ രണ്ട് വ്യത്യസ്ത രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് നമ്മൾ പറയാ വിസറൽ ലീഷ്മേനിയാസിസ് ആണ്, അല്ലെങ്കിൽ കാല അസാർ എന്ന് പറയും. ഇതുണ്ടാക്കുന്നത് ലീഷ്മേനിയ ഡോണോവാനി ആണ് എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് മ്യൂക്കോക്യൂട്ടേനിയസ് ആണ്. മ്യൂക്കോക്യൂട്ടേനിയസ് ലീഷ്മേനിയാസിസ് പ്രധാനമായിട്ടും ലീഷ്മേനിയ ബ്രസീൽ എന്ന് എഴുതുക, ബ്രസീലിയൻസിസ് ആണ്. ബ്രസീലിയൻസിസ് കോംപ്ലക്സ് ഉണ്ടാക്കുന്നതാണ്. മൂന്നാമത്തത് ക്യൂട്ടേനിയസ് ആണ്. ക്യൂട്ടേനിയസ് ലീഷ്മേനിയാസിസ് ഇത് സ്കിന്നിൽ മാത്രമുള്ളതാണ്. ഇതുണ്ടാക്കുന്നത് ലീഷ്മേനിയ ട്രോപ്പിക്കാന. ഇതുണ്ടാക്കാം ട്രോപ്പിക്കാന. എത്യോപ്യ ഇതുണ്ടാക്കാം. ഉണ്ട് എത്യോപ്യ. ദെൻ ലീഷ്മേനിയ മേജർ ക്യൂട്ടേനിയസ് ഉണ്ടാക്കാം. ദെൻ ബ്രസീലിയൻസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിന്റെ കോംപ്ലക്സ് അതും ഇതുണ്ടാക്കാം. ദെൻ മെക്സിക്കാന കോംപ്ലക്സ്. ഇതെല്ലാം ക്യൂട്ടേനിയസ് സ്കിൻ ലീഷൻസ് ഉണ്ടാക്കാവുന്നതാണ്. ദെൻ നാലാമത്തെ പറഞ്ഞുള്ളത് ഡിഫ്യൂസ് ക്യൂട്ടേനിയസ് കൂടിയുണ്ട്. ഡിഫ്യൂസ് ക്യൂട്ടേനിയസ്. ഓക്കെ, സോ ഈ ക്യൂട്ടേനിയസ് ഓൾ ആർ സെൽഫ് ലിമിറ്റിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക. സെൽഫ് ലിമിറ്റിംഗ് ആണ്, ഇത് വലിയ പ്രശ്നമാകുന്നില്ല. ഇതാണ് പ്രശ്നം ഉണ്ടാക്കും. ഇനി ജോഗ്രാഫിക്കലി ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓൾഡ് വേൾഡ് അല്ലെ, ഓൾഡ് വേൾഡ്. ദെൻ ന്യൂ വേൾഡ് എന്ന് പറയുമ്പോൾ അമേരിക്കയിലുള്ളതാണ് ന്യൂ വേൾഡ്, അമേരിക്കൻ സബ് കോണ്ടിനെന്റിലുള്ള. ഓൾഡ് വേൾഡിൽ ഒരെണ്ണം ലീഷ്മേനിയ ഇൻഫെന്റം ആണ്. ഇൻഫെന്റം ഉണ്ടാക്കുന്നത് ഇൻഫെന്റൈൽ വിസറൽ ലീഷ്മേനിയാസ് ഉണ്ടാക്കാം. ദെൻ ട്രോപ്പിക്കൽ മേജർ എത്യോപ്യ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ക്യൂട്ടേനിയസ് ആണ്. ഞാൻ മുകളിൽ പറഞ്ഞു കഴിഞ്ഞു. ക്യൂട്ടേനിയസ് ലീഷ്മേനിയാസിസ് ഞാൻ ഇവിടെ പറഞ്ഞില്ല, ഇവിടെ വിട്ടുപോയി. ഒരു പേരുണ്ട്, അതിന്റെ ഒരു ഫേമസ് പേര് എന്ന് പറയുന്നത് ഓറിയന്റൽ സോർ എന്നാണ്. ഓറിയന്റൽ സോർ. സോ ക്യൂട്ടേനിയസ് ലീഷ്മേനിയാസിസ് ഈസ് ഓൾസോ നോൺ ആസ് ഓറിയന്റൽ സോർ. വിസറൽ ലീഷ്മേനിയാസിസ് ആണ് നമ്മൾ കാല അസാർ കരിമ്പനി എന്ന് അറിയപ്പെടും. ദെൻ ന്യൂ വേൾഡിൽ വരുന്നത് ലീഷ്മേനിയ ചാഗാസി ആണ്.
ചാഗാസിയാണ് അവിടെ അമേരിക്കൻ വിസറൽ ലീഷ്മേനിയാസിസ് ഉണ്ടാക്കും. ഇവിടെ ഡോണോവാന ആണെങ്കിൽ അവിടെ ചഗാസിയാണ്. ദെൻ പെറൂവിയാന ഉണ്ട്, പെറൂവിയാന. ദെൻ മെക്സിക്കാന ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇതെല്ലാം ക്യൂട്ടേനിയസ് ആണ് ഉണ്ടാക്കുന്നത്. ബ്രസീലൻസിസ് ആണെങ്കിൽ അത് മ്യൂക്കോ ക്യൂട്ടേനിയസ് ഉണ്ടാക്കാം, ക്യൂട്ടേനിയസ് ഉണ്ട്. ഇതാണ് ക്ലാസിഫിക്കേഷൻസ് ആൻഡ് വിവിധ പേരുകൾ. ഇനി ഡയഗ്നോസിസിൽ നമുക്ക് ബ്ലഡ് സ്മിയർ എടുക്കാം. ബ്ലഡ് സ്മിയർ എടുത്ത് സ്റ്റെയിൻ ചെയ്യാം. സ്റ്റെയിൻ ചെയ്യാനായിട്ട് ഒന്ന് ലീഷ്മാൻ സ്റ്റെയിൻ തന്നെയാണ്, ലീഷ്മാൻ സ്റ്റെയിൻ ഉപയോഗിക്കാം. ദെൻ ജിസ്മ സ്റ്റെയിൻ, GIESMA ജിസ്മ സ്റ്റെയിൻ ഉണ്ട്. ദെൻ റൈറ്റ് സ്റ്റെയിൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ലീഷ്മേനിയ ഡോണോവാൻ ബോഡി എന്ന് പറയുന്ന സംഭവം. ഇത് നമ്മുടെ മാക്രോഫേജ് ആണെങ്കിൽ മാക്രോഫേജിന്റെ ന്യൂക്ലിയസ് ആൻഡ് ഇവിടെ ഒരുപാട് അമാസ്റ്റിഗോട്ട് ഫോം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ ഈ പറയുന്ന ലീഷ്മാൻ ഡോണോവാൻ ബോഡി എന്ന് നമ്മൾ പറയാം. ദെൻ കൾച്ചർ ചെയ്താൽ, കൾച്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മീഡിയം NNN മീഡിയം. NNN ഈസ് ഫോർ നോവി, N ഈസ് നോവി മക്നീൽ ആൻഡ് നിക്കോളെ മീഡിയം ആണ്. ആൻഡ് ഇതിനകത്ത് പ്രോമാസ്റ്റിഗോട്ടിനെ കൾച്ചർ ചെയ്യാം. പ്രോമാസ്റ്റിഗോട്ടിനെ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാം. ആൻഡ് ഇതിനകത്ത് റാബിറ്റ് ബ്ലഡ് ആകാറുണ്ട്. ദെൻ അതിനകത്ത് കുറച്ച് പെൻസിലിൻ, സ്ട്രെപ്റ്റോമൈസിൻ, ജെൻഡാമൈസിനൊക്കെ ഉള്ള ഒരു സംഭവമാണിത്. വേറൊരു മീഡിയം ഉള്ളത് ഹോക്ക്മെയേഴ്സ് ആണ്. MEYERS ഹോക്ക്മെയേഴ്സ് മീഡിയം വിത്ത് ഷ്നീഡേഴ്സ്, SHNIE ഷ്നീഡേഴ്സ് ലിക്വിഡ് ടിഷ്യൂ ആണ്. ലിക്വിഡ് ടിഷ്യൂ മീഡിയം, കൾച്ചർ മീഡിയം ആണ്. ആൻഡ് ഇതിനകത്തുള്ളത് ഫീറ്റൽ കാഫ് സിറം പ്ലസ് പെൻസിലിൻ, സ്ട്രെപ്റ്റോമൈസിൻ ഒക്കെ ചേർന്നാണ്. ആൻഡ് ദിസ് ഈസ് മോർ സെൻസിറ്റീവ് ആണ്. സാധാരണ മിക്കവാറും ഇതായിരിക്കും ഉപയോഗിക്കുക. ആൻഡ് ഇനിയൊരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് ഫേമസ് ആണ്, ലീഷ്മാൻ ഓർ മോണ്ടിനെഗ്രോ ടെസ്റ്റ്. നമ്മുടെ ട്യൂബർകുലിൻ ടെസ്റ്റ് ഒക്കെ പോലെയുള്ള ടെസ്റ്റാണ്. നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണത് കണ്ടുപിടിക്കുക. നമ്മൾ സിറിഞ്ചിൽ ലീഷ്മാൻ ആന്റിജൻ എടുക്കുന്നു, അല്ല എന്ന് പറഞ്ഞാൽ പ്രോമാസ്റ്റിഗേറ്റ് ഫോം എടുക്കുന്നു, കുത്തിവെക്കുന്നു. കുത്തിവെച്ച് കഴിയുമ്പോൾ ആ ഭാഗത്ത് 72 മണിക്കൂർ കഴിയുമ്പോൾ ഒരു 5 മില്ലിമീറ്ററിൽ കൂടുതൽ തിക്നെസ്സിൽ എങ്ങനെ വീർത്തു വന്നു കഴിഞ്ഞാൽ ദ ടെസ്റ്റ് ഈസ് പോസിറ്റീവ്. സോ എർത്രേമിയാണ് നമ്മൾ നോക്കുക. സോ ഇൻട്രാഡെർമൽ ആയിട്ടാണ് കുത്തിവെക്കുക സ്കിന്നിലേക്ക്, സെയിം ലൈക്ക് നമ്മുടെ ട്യൂബർകുലിൻ ടെസ്റ്റ് പോലെ തന്നെ. ഇനി മറ്റു ടെസ്റ്റ് ഹീമോഗ്രാം ചെയ്യാം. ഹീമോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ പാൻസൈറ്റോപീനിയ ആയിരിക്കും നമുക്ക് കിട്ടുക. പാൻസൈറ്റോപീനിയ ബ്ലഡ് സെൽസ് എല്ലാം കുറഞ്ഞിട്ടുണ്ടാകും അല്ലേ. ദെൻ റിവേഴ്സൽ ഓഫ് ആൽബുമിൻ ടു ഗ്ലോബുലിൻ കൂടുതലായിരിക്കും. ഗ്ലോബുലിൻ കൂടുമ്പോൾ ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോ നമുക്ക് ചെയ്യാം. സോ ദിസ് വി ക്യാൻ ഡു ബൈ ELISയോ ICTയോ അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ റേഷ്യോ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കും. ഇനി ലീഷ്മേനിയ വന്നു, നമ്മൾ ട്രീറ്റ് ചെയ്തു. ട്രീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് 2 വർഷത്തിന് ശേഷം അറൌണ്ട് 2 years ആഫ്റ്റർ 2 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷനാണ് PKDL എന്ന് പറഞ്ഞാൽ പോസ്റ്റ്. P ഫോർ പോസ്റ്റ് ആണ്, K ഫോർ കാല അസാർ ആണ്, ആൻഡ് D ഫോർ ഡെർമൽ ആണ്, ഡെർമൽ ലീഷ്മേനിയ. സോ ഇത് നമ്മൾ പറഞ്ഞത് വിസറൽ ലീഷ്മേനിയ മാറി അത് ഡെർമൽ ആയിട്ട് മാറുന്നതാണ്. പോസ്റ്റ് കാല അസാർ ഡെർമൽ ലീഷ്മേനിയ റാഷ്. സോ വിസറൽ ആക്ഷൻസ് മാറിയിട്ട് അത് ഡെർമൽ ആക്ഷൻസ് ഉണ്ടാക്കുന്നതാണ്. ഒരു 10% ആൾക്കാരിൽ, 20% വരെയൊക്കെ പറയുന്നുണ്ട് ആൾക്കാരിലും ഇത് പിന്നീട് ഉണ്ടാകാം. മുഖത്തായിരിക്കും പ്രശ്നം. ഹൈപ്പോപിഗ്മെന്റഡ് നോഡ്യൂൾ ആണ്. ഹൈപ്പോപിഗ്മെന്റഡ് നോഡ്യൂൾസ് മുഖത്ത് കാണാം. ട്രങ്ക് ആൻഡ് എക്സ്ട്രിമിറ്റീസ് കാണാം. ദെൻ എറിത്രിമാറ്റസ് പാച്ച് നമ്മൾ കാണുന്നത് മിക്കവാറും മുഖത്ത്, നോസ് അല്ലെങ്കിൽ ചിൻ, ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് നോൺ അൾസറേറ്റിംഗ് ആണ്. നോൺ അൾസറേറ്റിംഗ് നോഡ്യൂൾസ് ഇൻ ദ ഫേസ്. മുഖം നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ മുഖമാണെങ്കിൽ ഇങ്ങനെ കുരുക്കൾ പോലെ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ലൈക്ക് ലെപ്രമാറ്റസ്, ലെപ്രസി ഒക്കെ പോലെയുള്ള ഒരു പ്രശ്നമാണത്. സോ ദാറ്റ് ഈസ് PKDL. ഇനി ലീഷ്മനിയാസിസിന്റെ ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ, ട്രീറ്റ്മെന്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ കാര്യമാണ് നമ്മൾ അധികം പറയുക. ഇത് ചെയ്യുന്നത് നാഷണൽ വെക്ടർ ബോർഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം ആണ്. ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതുമെല്ലാം. ആൻഡ് ഇപ്പോൾ വിസറൽ ലീഷ്മേനിയാസിസ് നമ്മൾ പറഞ്ഞു, ഇത് ഫാറ്റലാണ്. ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് മരണ കാരണമാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇവിടെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലിപ്പോസോമൽ. ലിപ്പോസോമൽ എന്ന വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. ആംഫോടെറിസിൻ B ആണ്. സോ ലിപ്പോസോമൽ ആംഫോടെറിസിൻ B ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. 10 mg/kg IV ഒറ്റ ഡോസ് കൊടുത്താൽ മതി, സിംഗിൾ ഡോസ്. പക്ഷേ ഇതിന് ഭയങ്കര വിലയാണ്. പ്രൈസ് ഇസ് ടു മച്ച് ആണ്. സോ ഇതിന് പറ്റില്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നാണ് മിൽറ്റിഫോസിൻ എന്ന് പറയുന്ന മരുന്ന് പ്ലസ് പാരമോമൈസിൻ നമ്മൾ ഇഞ്ചക്ഷൻ ആണ്. മിൽറ്റിഫോസിൻ ഈസ് ഓറൽ ആണ്. ഇതൊരു 30 ദിവസം കൊടുക്കും. ആൻഡ് ഇഞ്ചക്ഷൻ ഇതൊരു 10 ദിവസമായിരിക്കും കൊടുക്കുക ഇഞ്ചക്ഷൻ. ഓർ അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നത് ലിപ്പോസോമൽ അല്ല എന്ന് മാത്രമേ ഉള്ളൂ, ആംഫോടെറിസിൻ B തന്നെയാണ്. ആംഫോടെറിസിൻ B എമൽഷൻസ്, നമുക്ക് എമൽഷൻസ് 1 mg/kg ഫോർ സം 30 days കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും മിൽറ്റിഫോസിൻ കൊടുക്കാം.
മിൽറ്റിഫോസിൻ നമ്മൾ കൊടുക്കാം ഒരു 28 ദിവസം 100 മില്ലിഗ്രാം പെർ 100 മില്ലിഗ്രാം വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് സോഡിയം ടിബോഗ്ലൂക്കോണേറ്റ് എന്ന് പറയുന്ന മരുന്നുണ്ട്. 20 മില്ലിഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ 30 ദിവസം ഇഞ്ചക്ഷനാണ്. IM ആയിട്ടോ IV ആയിട്ടോ കൊടുക്കാം. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം, ഇത് 60% ആൾക്കാരും റെസിസ്റ്റന്റ് ആണ് എന്നുള്ളതാണ്. ആൻഡ് ഇൻ ബീഹാറിലൊക്കെ ആണെങ്കിൽ ഓൺലി ലിപ്പോസോമൽ ആംഫോടെറിസിൻ B ആയിരിക്കും നിർദ്ദേശിക്കുക. ഇതാണ് പ്രധാനപ്പെട്ട ഡ്രഗ്. മിൽറ്റിഫോസിൻ ആണ് പുതിയൊരു ഡ്രഗ്. ഓറൽ ആണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. ഇനി ലീഷ്മേനിയാസിസ് ടോപ്പിക്കൽ ആണെങ്കിൽ, ക്യൂട്ടേനിയസ് ആണെങ്കിൽ, സോ ഫോർ ടോപ്പിക്കൽ ലീഷ്മേനിയാസിസിൽ നമ്മുടെ ഡ്രഗ് ഈസ് പെന്റാവാലൻ സോഡിയം സ്റ്റിബോഗ്ലൂക്കോണേറ്റ് ആണ്. സോ സോഡിയം സ്റ്റിബോഗ്ലൂക്കോണേറ്റ് ആണ് നമ്മുടെ ഡ്രഗ് ഓഫ് ചോയ്സ്. ഓർ മെഗ്ലുമിൻ സ്റ്റിബോഗ്ലൂക്കോണേറ്റ് എന്നും വിളിക്കും. മെഗ്ലുമിൻ സ്റ്റിബോഗ്ലൂക്കോണേറ്റ് എന്നും വിളിക്കും. പറ്റുന്നില്ല, ആംഫോടെറിസിൻ B നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പാരമോമൈസിൻ നമുക്ക് കൊടുക്കാം. ഓർ വേറെ ഡ്രഗ് ആണ് പെന്റാമിഡിൻ എന്ന് പറയുന്ന മരുന്ന്. ആൻഡ് മറ്റു മരുന്നുകൾ നമുക്ക് ഉള്ളത് ഇതല്ലാതെ പിന്നെ ഉള്ള മരുന്നുകൾ സിറ്റാമിനിക്വിൻ ആണ്. സിറ്റാമിനിക്വിൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു മരുന്നാണ്. ദെൻ അലോപ്യൂരിനോൾ നമുക്കറിയാം. അലോപ്യൂരിനോൾ എന്ന് പറയുന്ന മരുന്ന് ആന്റി ഗൗട്ട് മരുന്നാണ്. അതിന് ലീഷ്മേനിയാസിസിൽ ഫലമുണ്ട്. പോസ്റ്റ് കാല അസാർ നമ്മൾ പറഞ്ഞത്, പോസ്റ്റ് കാല അസാർ ഡെർമൽ ലീഷ്മേനിയാസിസ് PKDL ആണെങ്കിൽ നമുക്ക് ഓറൽ മിൽറ്റിഫോസിൻ ആണ്. ഓറൽ മിൽറ്റിഫോസിൻ ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ദെൻ ഓർ ലിപ്പോസോമൽ ആംഫോടെറിസിൻ B ഈസ് ഓൾസോ നമുക്ക് ഇവിടെ മിൽറ്റിഫോസിൻ ആണ്, ഓറൽ ആണ്. സോ അപ്പോൾ ഡ്രഗ് ഓഫ് ചോയ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DOC ഡ്രഗ് ഓഫ് ചോയ്സ് നമ്മുടെ വിസറൽ ലീഷ്മേനിയാസിസ് ബൈ ലീഷ്മേനിയ ഡോണോവാണി ഇന്ത്യയിൽ, ബീഹാറിലൊക്കെ ആണെങ്കിൽ ആംഫോടെറിസിൻ B ആണ്. ലിപ്പോസോമൽ എന്ന് പ്രത്യേകം എഴുതുക. ലിപ്പോസോമൽ ആംഫോടെറിസിൻ B ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. ദെൻ പെന്റാമിഡിൻ ചിലതിൽ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. പെന്റാമിഡിൻ എന്ന് പറയുന്നത് ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ ലീഷ്മേനിയ ഗായനൻസിസ് ആണ്. അവിടെയൊക്കെ ഉള്ളത് ഗ്വാന ഒക്കെ ഉള്ളതായിരിക്കും. ഗ്വാന എന്ന് പറയുന്ന രാജ്യത്തായിരിക്കും. ഗായനൻസിസ് എന്ന് പറയുന്നതിൽ പെന്റാമിഡിൻ മതി. ദെൻ പാരമോമൈസിനും ഈസ് ഓൾസോ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. എവിടെയാണെന്ന് വെച്ചാൽ ലീഷ്മേനിയ എത്യോപ്പിക്കയിലാണ്. എത്യോപ്പിക്കയിൽ ഇതാണ് ഡ്രഗ് ഓഫ് ചോയ്സ്. ഇതൊക്കെ ക്യൂട്ടേനിയസ് ആണ്. സോ ക്യൂട്ടേനിയസ് ആണെങ്കിൽ ക്യൂട്ടേനിയസിൽ നമുക്ക് പെന്റാവാലൻ സോഡിയം സ്റ്റിബോഗ്ലൂക്കോണേറ്റ് ആണ് നമ്മുടെ ഡ്രഗ് ഓഫ് ചോയ്സ്. പിന്നെ നമുക്ക് പറയേണ്ടത് ചില മരുന്നുകളെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് പറയാം. ആംഫോടെറിസിൻ B ഒക്കെ നമ്മൾ ആന്റി ഫംഗൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. പെന്റാമിഡിൻ നമ്മൾ വേറെ എവിടെയെങ്കിലും ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് മിൽറ്റിഫോസിൻ 2 മരുന്നുകളാണ്. മിൽറ്റിഫോസിനെ കുറിച്ചൊന്ന് പറയണം, വേറൊരു മരുന്നിനെ കുറിച്ച് കൂടി പറയാം. മിൽറ്റിഫോസിൻ ഒരു ഓറൽ ആന്റി ക്യാൻസർ ഡ്രഗ് ആയിട്ട് കണ്ടുപിടിച്ചാണ്. സോ ഇറ്റ്സ് ആൻ ഫസ്റ്റ് ഓറൽ ഡ്രഗ് ആണ്. ഫസ്റ്റ് ഓറൽ ഡ്രഗ് ഇൻ ലീഷ്മേനിയാസിസ്. ബാക്കിയൊക്കെ ഇഞ്ചക്ഷൻ ആയിരുന്നു. ഇതിന്റെ കൃത്യ മെക്കാനിസം ഓഫ് ആക്ഷൻ ഒന്നും അറിയില്ല, എങ്കിലും ഇത് പറയുന്നത് ദിസ് ക്യാൻ ഓൾട്ടർ ഈതർ ലിപ്പിഡ് മെറ്റബോളിസത്തിൽ അതിനകത്ത് ആ ഓർഗാനിസത്തിനകത്ത് ഇന്ററാക്ഷൻ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ദെൻ ഈ മരുന്നിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ദിസ് ഡ്രഗ് ഈസ് ടെറാറ്റോജനിക് ആണ് എന്നുള്ളതാണ്. സോ ഗർഭിണികളിൽ കൊടുക്കാൻ പറ്റില്ല, പ്രഗ്നൻസി കൊടുക്കാൻ പാടില്ല, 1 വയസ്സിൽ താഴെയുള്ള പിള്ളേരിലും കൊടുക്കാറില്ല. സോ ഇതാണ്. അപ്പോൾ അത് കൊടുക്കുകയാണെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആൻഡ് പ്ലസ് അതർ കോൺട്രാസെപ്റ്റീവ്സ് മെഷേഴ്സ് ഒക്കെ എടുത്തിട്ട് വേണം ഈ മരുന്ന് സ്ത്രീകളിൽ പ്രഗ്നൻസി സാധ്യത ഉള്ള ആൾക്കാരിൽ കൊടുക്കാനായിട്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ആൻഡ് മരുന്നിനോട് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് ഇതിന്റെ ട്രാൻസ്പോർട്ട്, ഇതിനകത്തേക്ക് സംഭവം കയറുന്ന ഈ ട്രാൻസ്പോർട്ടറിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലമാണ്. ആൻഡ് സൈഡ് എഫക്ട്സ് പ്രധാനമായിട്ടും GI സൈഡ് എഫക്ട്സ് ആണ്. നൗസിയ, വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാകാം. ഓക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദെൻ പിന്നെ ഉള്ളത് ഓറൽ ഡ്രഗ് ആണെന്ന് നമ്മൾ പറഞ്ഞു. 150 മില്ലിഗ്രാം പെർ കിലോഗ്രാം 28 ദിവസത്തിൽ 3 ദിവസം കൊടുക്കുന്ന മെത്തേഡ് ഉണ്ട്. 100 മില്ലിഗ്രാം പെർ കിലോഗ്രാം 30 ദിവസം കൊടുക്കുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം. സോ ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം. ആൻഡ് മിൽറ്റിഫോസിൻ അപ്രൂവ് ചെയ്തിരിക്കുന്നത് ക്യൂട്ടേനിയസിനെ അപ്രൂവ്ഡ് ആണ്. ഞാൻ FDA അപ്രൂവ് ഇതാണ് പറയുന്നത്. ആൻഡ് മ്യൂക്കോക്യൂട്ടേനിയസിന് അപ്രൂവ്ഡ് ആണ്. ആൻഡ് ഓൾസോ വിസറൽ ലീഷ്മേനിയാസിസിനും അപ്രൂവ്ഡ് ആണ്. ദെൻ ഇതിന് ശേഷം വരുന്ന നമ്മൾ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു, സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെർമൽ പ്രശ്നങ്ങളിലും ഇത് അപ്രൂവ്ഡ് ആണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട മരുന്ന് നമുക്ക് പറയേണ്ടത് സോഡിയം സ്റ്റിബോഗ്ലൂക്കോണേറ്റ് എന്ന് പറയുന്ന മരുന്നാണ്. ഇതൊരു പെന്റാവാലന്റ് ആന്റിമോണി റിലേറ്റഡ് കോമ്പൗണ്ട് ആണ്. ഇതിനകത്ത് പെന്റാവാലന്റ് എന്ന് പറഞ്ഞു SB5+, പെന്റാവാലന്റ് ദിസ് വിൽ ബി റെഡ്യൂസ് ടു SB3+ ആയിട്ട് മാറും. അപ്പോൾ ദിസ് റിഡക്ഷൻ നടക്കുമ്പോഴത്തേക്കും അതിനകത്തുള്ള അമാസ്റ്റിഗോട്ട് ഫോമിലെ ലീഷ്മേനിയുടെ അമാസ്റ്റിഗോട്ട് ഫോമിന്റെ അകത്ത് സംഭവങ്ങളെല്ലാം കൊല്ലും. സോ അത് ദിസ് ഇസ് ടോക്സിക് ടു അവർക്കെതിരെ ടോക്സിക് ആണ്. ഇതാണ് ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ. രണ്ടാമത് ഇത് പറയുന്നത് ട്രിപ്പനോതയോൺ എന്ന് പറയുന്ന ഒരു എൻസൈം കുറയ്ക്കുന്നുണ്ട്. ഗ്ലൂട്ടതയോൺ എന്ന് പറയുന്ന ഒരു എൻസൈം കുറയ്ക്കുന്നുണ്ട്. ദെൻ ഓൾസോ
ഡിക്രീസ്ഡ് ട്രിപ്പനോതയോൺ റിഡക്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈമും. സോ ഇതെല്ലാം ഈ മാസ്റ്റിഗോട്ട് ഫോമിന് ജീവിച്ചിരിക്കാൻ അത്യാവശ്യമാണ്. സോ അതെല്ലാം കുറയ്ക്കുമ്പോൾ അതങ്ങനെയും അത് മരിച്ചു. സോ 2 മെക്കാനിസം ഓഫ് ആക്ഷൻ ഇതാണ് പറയുക. സാധാരണ ഡോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു 20 milligram per kilogram per day. 20 ദിവസമൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക ഫോർ ക്യൂട്ടേനിയസ് ആൻഡ് 28 ദിവസമാണ് വിസറൽ ലീഷ്മേനിയാസ്. വിസറൽ ഇന്ത്യയിൽ പക്ഷേ ഇതെല്ലാം ഡ്രഗ് ഓഫ് ചോയ്സ് റെസിസ്റ്റന്റ് ആണ്. ആൻഡ് സൈഡ് എഫക്ട്, ഏറ്റവും പ്രധാനപ്പെട്ട സൈഡ് എഫക്ട് ഓർത്തിരിക്കേണ്ടത് പാൻക്രിയറ്റൈറ്റിസ് ആണ്. മിക്കവാറും എല്ലാവരിലും ഉണ്ടാകാവുന്ന സൈഡ് എഫക്ട് പാൻക്രിയറ്റൈറ്റിസ് ആണ്. ദെൻ സിറം ട്രാൻസാമിനേസ് ക്യാൻ ബി ഇൻക്രീസ്. ബോൺ മാരോ സപ്രഷൻ വഴി WBC, RBC, പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം കുറയാം. സോ ഹീമോലിറ്റിക് അനീമിയ ഉണ്ടാകാം. ദെൻ ഓൾസോ റീനൽ ഡാമേജ് ഒക്കെ ദാറ്റ് മീൻസ് ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ബിക്കോസ് ഓഫ് ദ ടോക്സിറ്റി. ഇതിന്റെ ടോക്സിറ്റി മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. ദെൻ QT പ്രൊലോങ്ങേഷനും പറയുന്നുണ്ട്. സോ ദീസ് ആർ ഓൾ അബൌട്ട് ലീഷ്മേനിയാസിസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.